ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ തമ്പാനൂരിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ട് പനവിള എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. അതെ, അതാണ് ജംഗ്ഷൻ. പനവിളയിൽ നിന്ന് കുറച്ച് റൈറ്റ് സൈഡ്, തമ്പാനൂരിൽ നിന്ന് വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് കട്ട് ചെയ്ത് സിഗ്നൽ കഴിഞ്ഞ് കയറുമ്പോൾ തന്നെ ഒരു ട്വിങ്കിൾ പ്ലാസ ഉണ്ട്. ഈ ട്വിങ്കിൾ പ്ലാസ എന്ന് പറയുമ്പോൾ അതെ ഈ സൈഡ് തന്നെയാണ് ട്വിങ്കിൾ പ്ലാസ. ഈ ട്വിങ്കിൾ പ്ലാസയിൽ നല്ല തലശ്ശേരി ബിരിയാണി കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്. ട്രിവാൻഡ്രത്ത് ഇവിടെയാണ് തലശ്ശേരി ബിരിയാണി കിട്ടുന്നത്. അത് ഇവിടെയാണ് ദേ അജ്വ നമ്മൾ ഇന്ന് കയറാൻ പോകുന്ന നല്ല നാടൻ തലശ്ശേരി ബിരിയാണി കഴിക്കാനാണ്. ഇവിടെ ഗ്രാമീണ ബാങ്കുണ്ട്, കേരള ഗ്രാമീണ ബാങ്കുണ്ട്. അതും ഒരു ലാൻഡ്മാർക്കായിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറാം. നമസ്കാരം. ഇതാണ് മുജീബുക്ക. ഇതിന്റെ മെയിൻ ഓണർ, ഒരു പാർട്ണറാണ്. പാർട്ണറാണ്. എത്ര പേരാ? അപ്പോൾ നമ്മളിപ്പോൾ 4 പേരുണ്ട്. 4 പേര്. ഒരു മമ്മൂട്ടി, കെ, നൗഷാദ്, റസാഖ്. അല്ല, ഇത് വേറെ മമ്മൂട്ടിയാണ്. ഇത് നമ്മളെ കണ്ണൂരുള്ള മമ്മൂട്ടിയാണ്. പിന്നെ 4 പേരാണ് നടത്തുന്നത്. 4 പേരാണ്. അപ്പോൾ എത്ര വർഷമായി നമ്മൾ അജ്വ തുടങ്ങി? ഇപ്പോൾ 5 വർഷമായി നമ്മളത് തുടങ്ങി. 5 വർഷമായി തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട് തലശ്ശേരി ബിരിയാണിക്ക് ഇവിടെ ഉള്ള റെസ്പോൺസ് ആണ്? നല്ല അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ നല്ല അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഈ തലശ്ശേരി ബിരിയാണി എന്ന ഒരു കൺസെപ്റ്റ്? നമ്മളൊരു 5 വർഷം മുമ്പ് ഒരു തലശ്ശേരി ഒരു ബിരിയാണി മേള നടത്തിയിരുന്നു. അപ്പോൾ ആ ബിരിയാണി മേളയിൽ നമുക്കുണ്ടായ റെസ്പോൺസിൻ്റെ ഭയങ്കര റെസ്പോൺസായിരുന്നു ആ മേള നടത്തിയപ്പോൾ. അത് അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു ടേക്ക് അവേ കൗണ്ടറായിരുന്നു ഉദാരശേമണി റോഡിൽ. അതൊരു 3 വർഷം. അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇതിപ്പോൾ ടോട്ടൽ 5 വർഷമായി. ഇത് 2 വർഷമായി, അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. 3 വർഷം ഉണ്ടായിരുന്നു. ടോട്ടൽ 5 വർഷമായി. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ടെക്നോ പാർക്കിന് ഒരു പ്രോപ്പർ എടുത്തിട്ടുണ്ട്. വിത്തിൻ 1 മന്തിൽ അത് സ്റ്റാർട്ട് ചെയ്യും. ഹൈവേ ബൈപ്പാസ്. അപ്പോൾ അതും 5 ഇപ്പോൾ തുറക്കും. അവിടുത്തെ 5 ഇപ്പോൾ തുറക്കുന്നതാണ്. അപ്പോൾ ഒരു 5 വർഷമായിട്ടാണ് ഇപ്പോൾ ടോട്ടൽ തലശ്ശേരി ബിരിയാണി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ അജ്വയിൽ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ അജ്വയിൽ എക്സ്ക്ലൂസീവ് ബിരിയാണിയാണ് നമ്മളതാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചിക്കൻ, മട്ടൺ, ഫിഷ്, വെജ് 4 ഐറ്റം ബിരിയാണീസാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ചിക്കൻ ഫ്രൈ കൊടുക്കുന്നുണ്ട്, ഒരു ലൈം ടീ കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടോട്ടൽ മെനു. വേറെ ഒന്നുമില്ല. രാവിലെ ഈവൻ രാവിലെ 11 o'clock സ്റ്റാർട്ട് ചെയ്ത് രാത്രി 10 മണി വരെ ഈ ഐറ്റമാണ് കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഈവനിങ് കുറച്ച് ആൾക്കാർ കുറവുണ്ടായിരുന്നു. ഇപ്പോൾ രാത്രിയും നമുക്ക് നല്ല കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. ആ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് ഈ രാത്രി ബിരിയാണി കഴിക്കുന്നതിന്. നല്ലൊരു ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള വിഭവങ്ങളോട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫാമിലീസ്, അതായത് ഇപ്പൊ ബിരിയാണി എല്ലാവരും കഴിക്കണമെന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ കുറച്ച് പേര് അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ ഒരു പാർട്ട്നേഴ്സിന്റെ തീരുമാനം ആ എക്സ്ക്ലൂസീവ് ബിരിയാണി മാത്രമായിട്ട് പോകാമെന്നുള്ളതാണ്. അതെ, വേറെ ഒരു ഐറ്റംസിലേക്ക് നിൽക്കാനും വേണ്ട തീരുമാനം എടുത്തിട്ടുണ്ട്. അത് തന്നെയായിരിക്കും മുന്നോട്ട്. അങ്ങനെ കൂടുതലായിട്ട് ബിരിയാണി അജ്വ കേട്ടാൽ ബിരിയാണിക്ക് അജ്വയിൽ കഴിക്കാം. തലശ്ശേരി ദം ബിരിയാണി ആ ഒരു ബ്രാൻഡിങ് നമ്മൾ പ്ലാൻ ചെയ്തു. അത് സക്സസ് ആയിട്ടുള്ള ഇതുവരെ. മുന്നോട്ട് നമ്മൾ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്, ആ ക്വാണ്ടിറ്റിയും കീപ്പ് ചെയ്യുന്നുണ്ട്. മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും നല്ല ബിരിയാണികൾ ഇവിടെ കിട്ടും. ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് അടുക്കളയിലേക്ക് തീർച്ചയായിട്ടും പ്ലീസ്. അതെ, ഇതാണ് നമ്മുടെ കിച്ചൺ. വീണ്ടും തലശ്ശേരി ബിരിയാണി മാത്രമല്ല, തലശ്ശേരിയിലെ പോലെ തന്നെ വലിയ അതെല്ലാം തലശ്ശേരി, നമ്മൾ കണ്ണൂർ തലശ്ശേരി എന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാരാണ്. നമസ്കാരം. വിഷ്ണു, റഷീദ്, സിദ്ദീഖ്. റഷീദായിട്ട് സംസാരിക്കുക. മെയിനായിട്ട് ചെയ്യുന്നത്. ഓഹോ, അപ്പൊ എന്തായാലും നമുക്ക് ബിരിയാണിയിലോട്ട് തുടങ്ങാം. കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് തീർച്ചയായിട്ടും. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, ഓൾറെഡി തുടങ്ങിയൊക്കെയാണ്. ഇത് രാവിലെ തന്നെ കണ്ടില്ലേ, ഇങ്ങനെ ഇപ്പൊ തന്നെ ഓൾറെഡി മസാല ആയിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഇവിടെ മട്ടന് റെഡി ആവാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇതിപ്പോ ഏതിനൊക്കെ ഉണ്ടാക്കുന്നത്? ഇതിപ്പം ചിക്കൻ, ഫിഷ്, വെജ്. ചിക്കൻ, ഫിഷ്, വെജ്. ഇത് രണ്ടും ചിക്കൻ തന്നെ. ഇത് രണ്ടല്ല, ഇനിയിപ്പം വെച്ചാൽ ഇത് രണ്ടിലും ചിക്കൻ വരും. അത് ഇവിടെ 3 കഴിഞ്ഞിട്ട് വീണ്ടും അല്ല, അത് ഓൾറെഡി സ്പോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഒരേ ഒറ്റ ഇതിൽ ചെയ്ത് വെക്കണം. അപ്പൊ ഇത് ഇവിടെ എത്ര നാളായി? ഞാനിപ്പോ ഇവിടെ 1 വർഷം. 1 വർഷം. 1 വർഷത്തിന് മേലെ. ഇതിനു വേണ്ടി തലശ്ശേരി ബിരിയാണിക്ക് വേണ്ടി അവിടെ നിന്നിട്ട് പറിച്ചേട്ടതെന്ന് പറയാം. എവിടെന്നാ ഇത് പഠിച്ചത്? ബാപ്പാന്റെ കയ്യിൽ. ഇത് ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ആണ്. അതെ, മലബാറിൽ, അത് കണ്ണൂർ ജില്ലയിൽ
ഏറ്റവും കൂടുതൽ ശിക്ഷണങ്ങളിൽ ഒരാളാണ് എൻ്റെ ബാപ്പ. ആണ്. കുറേ ശിഷ്യഗണങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റെ വാപ്പച്ചിക്ക്. അതിൻ്റെ ഒരു ശിഷ്യനാണ് ഇത്, മകൻ തന്നെ. നല്ലൊരു ശരിക്ക. അപ്പോൾ വാപ്പച്ചിയാണ് മൊത്തം പഠിപ്പിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വാപ്പച്ചി എന്തായിരുന്നു അദ്ദേഹം? ബാപ്പച്ചി ബിരിയാണി സ്പെഷ്യലിസ്റ്റ് തന്നെയായിരുന്നു. ബിരിയാണി ബാപ്പച്ചി പഠിച്ചത് ഉമ്മയുടെ ബാപ്പയിൽ നിന്നാണ്. ഇങ്ങനെ തലമുറകൾ താവഴികൾ കൈമാറി കിട്ടിയ ഒരു ജോബ്. കണ്ണൂർ എവിടെയൊക്കെ? കണ്ണൂർ പ്രോപ്പർ തലശ്ശേരിക്കടുത്ത് മുഴപ്പിലങ്ങാട്. അതാണ് ഈ തലശ്ശേരി ബിരിയാണി എന്ന് പറയുന്നത്. നമ്മൾ സ്ഥലം മുഴപ്പിലങ്ങാടാണ്. നമ്മൾ ഈ പ്രിപ്പറേഷൻ്റെ രീതി എന്ന് പറയുന്നത് മുഴപ്പിലങ്ങാടിൻ്റെ തനതായ, അതായത് നമ്മുടെ ബാപ്പച്ചിയുടെ തനതായ ഒരു രീതിയാണ്. തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും ചെയ്യുന്ന തലശ്ശേരി ബിരിയാണിയുടെ രീതിയല്ല. എങ്കിലും അതിലൊരു ഡിഫറൻസ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ബാബുജിയോടൊപ്പം പോയി. ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് അപ്പോഴേ പോകുന്നുണ്ട്. സ്വന്തമായിട്ട് ഞാനായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 വർഷത്തിനുള്ളിൽ. 15 വർഷമായല്ലേ? അതിൻ്റെ ഒപ്പം അവിടെ തന്നെ 15. അത് മട്ടനാണ്. ഓൾറെഡി ഇപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അധികം താമസിക്കേണ്ട, കാരണം ഓൾറെഡി ടൈം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യിച്ചാണിത്. അപ്പൊ അധികം വൈകിക്കണ്ട, നമുക്ക് തുടങ്ങാണ്. ഇത് മട്ടൻ ഫസ്റ്റ് തക്കാളിയാണ്. തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്, ടൊമാറ്റോ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ രാവിലെ തന്നെ പോയി എടുക്കുകയാണോ അതോ? രാവിലെ പോയി എടുക്കാം. ഇവിടെ ട്രിവാൻഡ്രത്ത് എടുക്കാം. നമ്മളത് പിന്നെ നമ്മൾ പോയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ അതായത് നാടൻ ഈ നാട്ടിൽ തന്നെ വളർത്തുന്ന ആട് വേണമെന്നുള്ള നിർബന്ധത്തിന്റെ പേരിൽ നമ്മൾ കുറച്ച് പൈസ അധികം കൊടുത്താണ് എടുക്കുന്നത്. നിലവിലുള്ള മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റിൽ നിന്നേക്കാളും കുറച്ചും കൂടി പൈസ അധികം കൊടുത്താണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ കുട്ടനാട് എന്ന് പറയുമല്ലോ, മുട്ടനാടിന്റെ ഇറച്ചി മാത്രമാണ്. അപ്പൊ നമ്മളത് തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ട് അതിന്റെ പൊക്കത്ത് നമ്മള് പുറത്ത് മട്ടൺ ഇട്ടിട്ടുണ്ട്. ഉപ്പ് കല്ലുപ്പാണ്. കല്ലുപ്പ് വെതറിയിട്ടുണ്ട്. അതിനകത്തൊക്കെ നിറച്ച് തക്കാളിയുടെ ഇതുണ്ടല്ലോ. തക്കാളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളക്. ഇതിലിപ്പോ നമ്മൾ ചേർക്കുന്നത് പച്ചമുളക്. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച്. ഇത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ചതച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത ഇഞ്ചിയാണ്. എല്ലാം ശരിക്കും അടിച്ചെടുക്കിടുമ്പോൾ തന്നെ എല്ലാം അങ്ങ് ചേരും, പെട്ടെന്ന് ചേരും. ഗ്രേവിയിലും ചേരും. നമ്മൾ ഇറച്ചിയിലേക്ക് ഇറങ്ങി കയറും. നമ്മുടെ ഐറ്റം ഉണ്ട് ഇവിടുത്തെ സീക്രട്ടറിയിൽ ഒന്നും കൂടി നന്നായിട്ട് ചതച്ചെടുത്ത പച്ചമുളക്. നല്ല എരിവുള്ള മാക്സിമം എരിവുള്ള മുളക് തന്നെയാണ്. മാക്സിമം എരിവുള്ള മുളകാണ് ഇതിന് പിന്നെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആവുക. കാരണം അല്ലാത്തതാകുന്ന നേരം എന്ന് വെച്ചാൽ കുറേ കൂടി ടൈം എടുത്ത് വേവുന്നതിനനുസരിച്ച് അതിന്റെ ടേസ്റ്റ് മാറും. ഇത് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് പുതിന മാത്രമാണ്, മല്ലിയില്ല. പുതിന മാത്രമാണ്. പുതിന കുറച്ചും കൂടി പിടിക്കാനുള്ള ടൈം എടുക്കും. മല്ലിയാകുമ്പോൾ പെട്ടെന്ന് വേകുന്നതുകൊണ്ട് ബോയിൽ ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കൂ. ഇതിനകത്തിപ്പോൾ നമ്മൾ ആദ്യം തന്നെ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളിയുടെ മേലിൽ നമ്മൾ മട്ടൻ ഇട്ടു. മട്ടൻ ഇത്തിരി നല്ല കല്ലുപ്പൊക്കെ ഇട്ട് വിതറി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ചതച്ചങ്ങിട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി പുതിന കട്ട് ചെയ്ത് തൂവി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇത് അടുത്ത് എന്താ ചെയ്യാൻ പോവാ? ബോയിൽ ചെയ്യണം. എന്നാലും ചെയ്യാം. എന്താണല്ലോ ബിരിയാണി ആവുമല്ലോ. അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ചിക്കൻ ഉണ്ടോ? അത് ചിക്കൻ ഇല്ല, ചിക്കൻ ആയിട്ടില്ല. ഇല്ല, അതും ബോയിലാണ്. ശരിക്കും നന്നായിട്ട് ടേസ്റ്റ് ആയിട്ട്